പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ തന്റെ നിർദ്ദേശാനുസരണം മുണ്ടക്കയം മണ്ഡലത്തിൽ പ്രവർത്തിച്ചവരെ വിളിച്ചു ചേർക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് മണ്ഡലം പ്രസിഡന്റ് KS രാജു അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ നിയോജക മണ്ഡലം UDF ചെയർമാൻ മജു പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഐക്യജനാധിപത്യത്തിന് ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നമുക്ക് MJ സെബാസ്റ്റ്യനെ നമുക്ക് നൽകി. നമുക്ക് അതിനുശേഷം ലഭിച്ചത് ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയും വലിയ ഒരു നിയോജക മണ്ഡലത്തിൽ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നടക്കുവാൻ പോലും ഇല്ലാത്ത സമയം മാത്രം, ചുരുങ്ങിയ സമയം 21 ദിവസം കൊണ്ട് ആണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥിയുടെയും ഇവിടെ ഇരിക്കുന്ന ഓരോ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെയും, പ്രത്യേകിച്ച് മണ്ഡലം കമ്മിറ്റികള്, ബൂത്ത് കമ്മിറ്റികള്, വാർഡ് കമ്മിറ്റികളുടെ, അവരുടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മൾ 1-2 ദിവസം കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ MLA ആയിരുന്നവരെയും കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് വലിയൊരു മുന്നേറ്റമായിരുന്നു 10-20 ദിവസം കൊണ്ട് നമുക്ക് നടത്തുവാൻ കഴിഞ്ഞത്. അതിനെല്ലാം ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. അതിന് നിങ്ങളെ കണ്ട് നന്ദി പറയുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നതിനും വേണ്ടിയാണ് ഈ നേതൃയോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം പിറ്റേ ദിവസം തന്നെ കൂടിയ മീറ്റിംഗിൽ സ്ഥാനാർത്ഥി പറഞ്ഞു, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, റിസൾട്ട് എന്തും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ പ്രവർത്തകരെ ഈ ഇത്രയും ദിവസം ചൂടും ഒക്കെ സഹിച്ച് ഈ പ്രദേശങ്ങളെല്ലാം കയറി നടന്ന മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് നേരിട്ട് കാണണം, അവരോട് എനിക്ക് സംവദിക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും ഐക്യജനാധിപത്യങ്ങളുടെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല. എന്താണെങ്കിലും നമ്മൾക്ക് നൽകിയ ആത്മവിശ്വാസവും നമ്മൾ ഉറപ്പായും വിജയിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ യോഗം വിളിച്ചു കൂട്ടുകയും ഇന്ന് തൊട്ട് നമ്മൾ അടുത്ത ഒരു കാലഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും കൂടിയാണ്. എന്താണെങ്കിലും യോഗത്തിൽ UDF നേതാക്കളായ പ്രൊഫസർ PJ വർക്കി, റാസി, സിജു കൈതമറ്റം, പ്രകാശ് പുളിക്കൽ, റോയി കപിലുമാക്കൽ, അഡ്വക്കേറ്റ് G രാജ്, ബിനു മറ്റക്കര, ജിജി നിക്കോളാസ്, ഷാജി ആർത്തിൽ, ചാൾസ് ആന്റണി, സുസുമ മാത്യു, ഷാജി തട്ടാമറമ്പിൽ, ബോബി കെ മാത്യു, ബെന്നി ചേറ്റുകുഴി, റോസമ്മ ജോൺ, TC ഷാജി, ഷമീർ കൂരിപ്പാറ, നൌഷാദ് ഇല്ലിക്കൽ, B ജയചന്ദ്രൻ, TT സാബു, VT അയ്യൂബ് ഖാൻ, KK ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് റിമിൽ രാജൻ, സിനിമോൾ തടത്തിൽ, രജനീഷ് ഷാജി, പൊന്നമ്മ ശിവകുമാർ, മനോജ്, അബു ഉബൈദത്ത്, സാബു മടിക്കാങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.